ഉടൻ തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തിരികൊളുത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായ അകലങ്ങളിലേക്ക് പെസോ അടക്കം നിഷ്കർഷിച്ചിരിക്കുന്ന കൃത്യമായ ദൂരപരിധിയിലേക്ക് ആളുകളെ പൂർണ്ണമായും പോലീസ് സഹായത്തോടു കൂടി മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തുടക്കം കുറിക്കും. നേരത്തെ ആദ്യഘട്ടത്തിലുണ്ടായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി പോലീസ് വലയമൊക്കെ ഭേദിച്ച് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്കടക്കം ആളുകൾ എത്തിയിരുന്നു. ഇവരെല്ലാം പൂർണ്ണമായും ഈ സ്ഥലത്തു നിന്ന് ഇതിനോടകം തന്നെ നിശ്ചിത അകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് വനം കെട്ടിയും ബാരിക്കേഡ് ഉപയോഗിച്ചും ഇവർക്ക് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപകടകരമായ സ്ഥലത്തേക്ക്, അതായത് വെടിക്കെട്ട് നടക്കുമ്പോൾ അപകടം ഉണ്ടായേക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആളുകൾക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആ ഒരു വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് കാണികൾ. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കുന്നതിന് സമീപത്ത് തടിച്ചുകൂടിയിരിക്കുന്ന പൂരപ്രേമികളെയാണ്, ആളുകളെയാണ്. അവർ അങ്ങനെ ഈ വെടിക്കെട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ വെടിക്കെട്ട് ഉണ്ടാകും എന്നുള്ള അനൗൺസ്മെന്റ് ഔദ്യോഗികമായി തന്നെ പാറമേക്കാവ് വിഭാഗം നടത്തിയിട്ടുണ്ട്. ആ അനൗൺസ്മെന്റിന് പിന്നാലെയാണ് പൂരപ്രേമികൾ ഇങ്ങനെ ഈ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകൾ, ആ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകൾ ആ ഒരു വെടിക്കെട്ടിന് വേണ്ടി കാതോർത്തിരിക്കുന്നത്. ഒപ്പം ആകാശത്ത് വർണ്ണവിസ്മയങ്ങളുടെ ഒരു അത്ഭുത ലോകം തന്നെ തീർക്കാനാണ് പാറമേക്കാവ് ഒരുങ്ങുന്നത്. കാരണം ഒരു ഇത്തവണ സാമ്പിൾ വെടിക്കെട്ടിൽ പോലും പാറമേക്കാവിന്റെ ഒരു സസ്പെൻസുകൾ കാണികളെ വലിയ തോതിൽ പൂരപ്രേമികളെ വലിയ തോതിൽ ആകർഷിച്ചിരുന്നു. അതിന്റെ ഭാഗമായി അതേ തുടർന്ന് തന്നെ വലിയൊരു പ്രതീക്ഷ ഈ മെയിൻ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പൂരപ്രേമികളിലുണ്ട്. സാമ്പിളിൽ വന്നതിന്റെ ഇരട്ടിയോളം സർപ്രൈസുകൾ ഈ വെടിക്കെട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാംക്ഷ ഒട്ടും കുറവില്ലാതെയാണ് ഈ കാണികൾ ഒന്നാകം നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ആ വെടിക്കെട്ട് ഉണ്ടാകും. എന്തായാലും ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ഇടപെട്ട് നടത്തിയ ചർച്ച അത് ഫലം കാണുമോ എന്നുള്ള കാര്യത്തിലും അല്പസമയത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും. എന്തായാലും ഒരു രാഷ്ട്രീയ ഇടപെടൽ കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടുന്നു, സുരേഷ് ഗോപി നേരിട്ടെത്തി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു എന്നുള്ളത് കൂടി പ്രസക്തമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി കൂടി മാറ്റാനുള്ള ഇടപെടൽ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. എന്തായാലും കളക്ടറും ജില്ലാ ഭരണകൂടവും ഒപ്പം മന്ത്രിതലത്തിലും ഒക്കെ നടത്തിയ ചർച്ചയുടെ ഭാഗമായി അനുകൂല തീരുമാനത്തിലേക്ക് തന്നെ തിരുവമ്പാടി എത്തും. അതായത് പൂരവുമായി സഹകരിച്ച് രാത്രിപൂരം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തിരുവമ്പാടി പോകാനുള്ള സാധ്യതകൾ തുറന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പോയാൽ തന്നെ ഈ രാത്രി ഇപ്പോൾ തന്നെ 4:30 ആയിരിക്കുന്നു. ആദ്യം പാറമേക്കാവിന്റെ വെടിക്കെട്ടാണ്. അത് കഴിഞ്ഞാൽ ആ വെടിക്കെട്ട് കൂടി വന്നാൽ ഒരു 10 മിനിറ്റ് നേരം മാത്രമേ വെടിക്കെട്ട് നീണ്ടു നിൽക്കുകയുള്ളൂ. പക്ഷെ അതിനുശേഷമുള്ള ക്രമീകരണങ്ങൾ അത് 1-1.5 മണിക്കൂർ അല്ലെങ്കിൽ അതിന് മുകളിൽ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രി അത് നേരം പുലരുന്നതിന് മുൻപ് തിരുവമ്പാടിക്ക് വെടിക്കെട്ട് നടത്താനാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അഥവാ ചർച്ചയിൽ അനുകൂല തീരുമാനം എടുത്താൽ തന്നെ എങ്ങനെ പകൽ വെളിച്ചത്തിൽ ഈ വെടിക്കെട്ട് നടത്തും എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം ഈ ശബ്ദത്തിനോടൊപ്പം തന്നെ ദൃശ്യവിരുന്നിനും വലിയ പ്രാധാന്യമുള്ള ഒരു വെടിക്കെട്ടാണ് പ്രധാന വെടിക്കെട്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിലെ അവർ ഈ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന, സർപ്രൈസുകൾ തീർക്കുന്ന ഒരുപാട് എലമെന്റുകൾ ഈ വെടിക്കെട്ടിൽ ഉണ്ടാകും. അത് ആകാശത്ത് വെളിച്ചമായി അല്ലെങ്കിൽ ചില എഴുത്തുകൾ കുടകളിൽ എഴുത്തുകളൊക്കെ ആയി ഒക്കെ അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഓരോ വിഭാഗവും ഈ വെടിക്കെട്ടിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ വെളിച്ചത്തിൽ ആ വെടിക്കെട്ട് നടത്തിയാൽ അതൊരു പരാജയമാകും, അല്ലെങ്കിൽ ഇവർ ഒരുക്കിയിരിക്കുന്ന സർപ്രൈസുകൾ അത് പൊളിഞ്ഞു പോകും എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ അഥവാ തിരുവമ്പാടിയുടെ തീരുമാനം അനുകൂലമെങ്കിൽ അത് എപ്പോഴാണ് വെടിക്കെട്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നു. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അനുനയ നീക്കത്തിന് പൂർണ്ണമായ ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ സർക്കാർ അടക്കം നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്നുള്ള ഒരു ധാരണ അത് തിരുവമ്പാടി ദേവസ്വത്തിന് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്തായാലും അതേസമയം തന്നെ പാറമേക്കാവിന് എന്തുകൊണ്ട് ഈ പോലീസിന്റെ നിയന്ത്രണങ്ങൾ ബുദ്ധിമുട്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി വിമർശനമായി ഉയരുന്നുണ്ട്. അത് തിരുവമ്പാടിക്ക് മാത്രം എന്തുകൊണ്ട് പ്രശ്നമാകുന്നു എന്നുള്ളൊരു ചോദ്യവും മറുതലയ്ക്കൽ ഉയരുന്നുണ്ട്. എന്തായാലും വലിയൊരു വിവാദമായി രാത്രി 11 മണിയോടുകൂടി തന്നെ അസാധാരണമായി പോലീസ് ഈ ബാരിക്കേഡുകൾ കെട്ടി ഈ വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് ആളുകൾക്ക് എത്താനുള്ള സൗകര്യം വഴി അടച്ചു എന്നുള്ളൊരു ആരോപണമാണ് തിരുവമ്പാടി പറയുന്നത്. ഒപ്പം ഈ വെടിക്കെട്ടിന്റെ ബാരിക്കേഡിനപ്പുറത്തു നിന്ന് മറികടക്കാനുള്ള ശ്രമങ്ങൾക്കിടെ പോലീസ് ലാത്തി കൊണ്ട് പൂരപ്രേമികളെ മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. പരിക്കു പറ്റിയവരുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം വളരെ ഗുരുതരമായാണ് പറയുന്നത്. തിരുവമ്പാടിയുടെ
അവിടെ ഈ ഒരു ആരോപണ ശരങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് അത് കമ്മീഷണർക്ക് നേരെയാണ്. കമ്മീഷണറാണ് ഇതിൽ കർശന നിലപാടെടുക്കുന്നത്. പൂരം തകർക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ആദ്യഘട്ടത്തിൽ തിരുവമ്പാടി ഉയർത്തിയിരുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ പാറമേക്കാവിന്റെ കമ്പം നടക്കേണ്ട ഗ്രൗണ്ടാണ്. അവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സമീപത്തുള്ള ആളുകളെ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് ഈ റോഡെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അധികം വൈകാതെ തന്നെ ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തിരികൊളുത്തും എന്നുള്ളതാണ്. അവിടെ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായിരുന്നു. പക്ഷേ ഒരു അനിശ്ചിതത്വം വന്ന സാഹചര്യത്തിൽ ഈ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്രമീകരിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളിൽ അത് മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ മൂടി വെച്ചിരുന്ന മറയെല്ലാം നീക്കി ഉടൻ തന്നെ ആ ഒരു വെടിക്കെട്ടിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പാറമേക്കാവ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 5 മണിക്ക് മുമ്പേ തന്നെ നടത്താനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ ആദ്യമൊരു സ്കൈ ഷോട്ട് ഉണ്ടാകും. അത് ഒരു സൂചനയാണ്. അല്പസമയത്തിനുള്ളിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കും എന്നുള്ളതിന്റെ സൂചനയായി അല്പസമയത്തിനുള്ളിൽ ഒരു ആകാശ വെടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് പ്രധാന വെടിക്കെട്ടിലേക്ക് കടക്കുക. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ ഒന്നാകെ. എപ്പോൾ ഈ പാറമേക്കാവ് ഇതിനെ തിരികൊളുത്തും എന്നുള്ളത് മാത്രമാണ് ഈ ആകാംക്ഷ. മറുതലയ്ക്കൽ ചർച്ച പുരോഗമിക്കുന്നു. ആ ചർച്ചയുടെ ഭാഗമായി തിരുവമ്പാടി എന്ത് തീരുമാനമെടുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ സജീവമായി പൂരപ്രേമികൾക്കിടയിലും ചർച്ചയാണ്. ഈ പുലർച്ചെയും രാത്രി മുതൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ആ ഒരു തീരുമാനം എന്താണ് എന്നുള്ള ആ ഒരു ഉറ്റുനോക്കുന്ന തീരുമാനത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് കൂടി ഉണ്ടാകുന്നത്. എന്തായാലും അല്പം വൈകിയാണെങ്കിൽ പോലും ആ ഒരു ആവേശം പൂരപ്രേമികളിലേക്ക് എത്തും. ഇത്രയും വൈകിയെങ്കിൽ പോലും അധികം ആരുമൊന്നും ഈ പൂരപ്പറമ്പിൽ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ ഒരു വെടിക്കെട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ സ്വരാജ് റൗണ്ടിൽ ചുറ്റും നിൽക്കുകയാണ്. ഒരിടത്ത് പോലും ഈ പോലീസ് നിയന്ത്രണം ഒരുക്കിയ ഇടങ്ങളിലല്ലാതെ ഒരിടത്ത് പോലും ആളുകൾ ഇല്ലാത്ത സ്ഥലമില്ല. അങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു വലിയ ഒരു ആളുകളുടെ എണ്ണം ഈ സ്വരാജ് ഗ്രൗണ്ടിലുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആരംഭിക്കും. സുഹൈൽ, ലോകത്തിന്റെ ആകാശത്ത് തൃശൂരിന്റെ കേരളക്കരയുടെ മലയാളികളുടെ വർണ്ണ ശബ്ദ വിസ്മയത്തിന് ഇനി മിനിറ്റുകൾ മാത്രം. അങ്ങനെ സമാനതകളില്ലാത്ത രീതിയിൽ പ്രതിഷേധം, പിന്മാറ്റം, രാത്രി വൈകി അനുനയ ചർച്ച, ഒടുക്കം പൂരപ്രേമികൾ ആവേശത്തിലാഴ്ത്തി ശുഭകരമായ വാർത്ത വരുന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഉടൻ തന്നെ ആരംഭിക്കും. അതിന് മുന്നോടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. സുരക്ഷിതത്വത്തിലേക്ക് ജനങ്ങളെ, പൂരപ്രേമികളെ മാറ്റുന്ന നടപടികളടക്കം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുതലയ്ക്കൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ടുണ്ടാകുമോ എന്ന അനിശ്ചിതത്വം അത് ചെറിയ രീതിയിൽ മായുന്നു, മറയുന്നു. ആ അനിശ്ചിതത്വം നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാത്രി വൈകിയും നടന്ന ചർച്ചയിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെ അനുനയ ചർച്ചകൾ വൈകിയും പുരോഗമിച്ചുകൊണ്ടിരിക്കെ തിരുവമ്പാടി ദേവസ്വം ബോർഡ് പിന്മാറ്റത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്ത അത് അനൗദ്യോഗികമായി വന്നുകൊണ്ടിരിക്കുന്നു. വെടിക്കെട്ടിന് വീണ്ടും അവർ ഒരുങ്ങും എന്ന ശുഭകരമായ വാർത്ത, സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് അത് ഏകദേശം മണിക്കൂറുകൾ നീളും. അത് കഴിഞ്ഞ് തിരുവമ്പാടി ദേവസ്വം വെടിക്കെട്ട് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേക്കും നേരം വെളുക്കുമെന്ന ഒരു പരിമിതി, ഒരു സാങ്കേതിക പരിമിതി അവിടെയുണ്ട്. അതുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ട് നാളത്തേക്ക് മാറ്റുമോ, വൈകുന്നേരത്തേക്കാക്കുമോ എന്നതടക്കമുള്ള അനിശ്ചിതത്വം അത് അങ്ങനെ തുടരുകയാണ്. എന്നിരുന്നാലും താൽക്കാലികമായി ഇത്രത്തോളം മണിക്കൂറുകൾ വൈകി ഈ പൂരാവേശത്തിന് കാത്തിരുന്ന കാണികളെ, പൂരപ്രേമികളെ അവർ ആ പഴയ ആവേശത്തിലേക്ക് പഴയ ആവേശത്തിലേക്ക്, ഊർജത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആ ശബ്ദവർണ്ണ വിസ്മയം നിറഞ്ഞ വെടിക്കെട്ട് ഉടൻ നടക്കും. ഇപ്പോൾ സൂരജ് സജി ചേരുന്നു. സൂരജ്, ഒരു തലക്കിൽ ആ പൂരാവേശം അത് പാറമേക്കാവ് ദേവസ്വം കൊണ്ടുവരികയാണ്. വെടിക്കെട്ട് ഉടൻ നടക്കും. മറുതലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ആ തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഇന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. ആ പ്രതിഷേധം അനുനയത്തിന്റെ വാതിലുകളിലേക്ക് എത്തുന്നു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സുഹൈൽ, എന്തായാലും തിരുവമ്പാടി ദേവസ്വത്തിൽ ഇപ്പോഴും ഈ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത് തീരുമാനം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും
മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുമായി എല്ലാം നടത്തിയ ചർച്ചകളും അനുനയ നീക്കങ്ങളും എല്ലാം വിജയം കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ യോഗത്തിൽ ഇതിന്റെ കൺവീനർ, അതായത് ഈ പൂരം വെടിക്കെട്ടിന്റെ പാറമേക്കാവിന്റെ പൂരം വെടിക്കെട്ട് തിരുവമ്പാടിയുടെ പൂരം വെടിക്കെട്ട് കൺവീനർ ആയിട്ടുള്ള ശശിധരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺവീനറുടെ അടക്കം നിലപാട് യോഗത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ശേഷമായിരിക്കും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമായിരിക്കും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും വെടിക്കെട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് തങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്, ചർച്ച വിജയകരമാണ് എന്നുള്ളത് തന്നെയാണ് മന്ത്രിയും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ടുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അത് സർക്കാരും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അത് ഇനി നടക്കുമോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആശങ്ക തുടരുന്നു. കാരണം സമയം ഇത്രയുമായി, ഇനിയിപ്പോൾ നടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അത് ഏറെ വൈകി ഇനിയിപ്പോൾ നടക്കാനുള്ള സാധ്യതകൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇനി വൈകുന്നേരത്തോടൊക്കെ കൂടിയാണോ ഉണ്ടാവുകയുള്ളൂ എന്ന് സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും നടക്കേണ്ടതുണ്ട്. അതൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഈ പൂരം വെടിക്കെട്ടിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള ശശിധരൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തിരുവമ്പാടി ദേവസ്വത്തിൽ ഇപ്പോഴും ഈ യോഗങ്ങൾ തുടരുകയാണ്. സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തലക്കൽ ഈ പ്രതിഷേധം തുടരുന്നു, പിന്മാറ്റം തുടരുന്നു. പിന്മാറ്റത്തിൽ നിന്ന് വീണ്ടും പിന്മാറുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാനുള്ള ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. മറുവശത്ത് പാറമേക്കാവാകട്ടെ ഈ വെടിക്കെട്ട് നടത്താനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മിനിറ്റുകളുടെ ഇടവേള മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പാറമേക്കാവിൽ വെടിക്കെട്ട് മിനിറ്റുകളുടെ ഇടവേളകളിൽ തന്നെ ഈ പാറമേക്കാവിൽ വെടിക്കെട്ട് ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വെടിക്കെട്ട് ആരംഭിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആദ്യം ഒരു വെടി മുഴങ്ങും. അതിനുശേഷം ഒരു 30 സെക്കൻഡ് വൈകി പിന്നീട് 30 സെക്കൻഡിന് ശേഷം തിരികൊളുത്തും. അതായത് വെടിക്കോപ്പുകൾക്ക് തിരികൊളുത്തുന്നതാണ് രീതി. എന്തായാലും പാറമേക്കാവിൽ വെടിക്കെട്ടിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതിന്റെ സുരക്ഷാ പരിശോധനകളടക്കം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരെയും അവിടെ നിന്ന് നീക്കി. ഇനി എന്തായാലും ഒരു 10 മിനിറ്റിനകത്തൊക്കെ സ്വാഭാവികമായും ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ തിരുവമ്പാടിയെ സംബന്ധിച്ച് ഏറെ വൈകാരികമായി തന്നെ ഈ വിഷയത്തെ കാണുന്നു. അതായത് തങ്ങൾക്കെതിരെ ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ അതിവൈകാരികമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇവർ തിരുവമ്പാടി ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ, തിരുവമ്പാടി ദേവസ്വം നേരത്തെ ഈ കാണികളെ പ്രവേശിപ്പിച്ചില്ല അല്ലെങ്കിൽ പൂരപ്രേമികൾക്ക് ആക്സസ് ഇല്ല എന്ന രീതിയിലൊരു പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ ഈ അനുനയ ചർച്ചയിൽ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ ബ്ലോക്കേഡുകളൊക്കെ മാറ്റിയാലും ഈ പൂരപ്രേമികൾക്ക് പൂരനഗരിയിലേക്ക് എത്താനുള്ള സമയമൊക്കെ ഉണ്ടോ? അത്തരത്തിലുള്ളൊരു പോസിബിലിറ്റി അവിടെ ഇപ്പോൾ ഉണ്ടോ? നിലവിൽ ഇനിയിപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു പോസിറ്റീവ്, അതായത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം ഈ ബാരിക്കേഡുകൾ കെട്ടി അടച്ചു കഴിഞ്ഞു. കാരണം നേരത്തെ ഇവരെ 11 മണിയോടുകൂടി ഇത് പ്രവേശിപ്പിച്ചാൽ മാത്രമാണ് ഈ ഗ്രീൻ സോൺ ആയിട്ടുള്ള മേഖലകളിൽ നിന്ന് ഈ പൂരപ്രേമികൾക്കെല്ലാം വെടിക്കെട്ട് കാണാൻ കഴിയുള്ളൂ. അത് പ്രത്യേകമായി തിരിച്ചിട്ടുണ്ട്. പോലീസ് അടക്കം ഈ സ്വരാജ് റൗണ്ടിന്റെ റോഡുകളിൽ നിന്ന് ഇവരെ മാറ്റും. പകരം സമീപത്തെ കെട്ടിടങ്ങളിലും മറ്റുമൊക്കെ നിന്ന് ഈ വെടിക്കെട്ട് ആസ്വദിക്കാം. അങ്ങനെ റോഡിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന മേഖലകളുമുണ്ട്. അത് നടുവിലാൽ ഭാഗത്തൊക്കെ റോഡിൽ നിന്ന് ഈ വെടിക്കെട്ട് കാണാൻ കഴിയും. അങ്ങനെ ഒരു ഗ്രീൻ സോൺ ആയി തിരിച്ച മേഖലയുണ്ട്. പക്ഷേ ആ മേഖലയിലേക്ക് ഇനി പ്രവേശിക്കാൻ കഴിയില്ല. കാരണം വെടിക്കെട്ട് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആളുകളെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അതോടൊപ്പം തന്നെ സുരക്ഷാ വീഴ്ചയുമാണ്. സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉയരുകയും ചെയ്യും. പക്ഷേ ഇനിയിപ്പോൾ ആളുകളെ പ്രവേശിപ്പിക്കില്ല. പക്ഷെ എന്നാൽ പോലും ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്ന ആളുകളുണ്ട്, നൂറുകണക്കിന് ആളുകളുണ്ട്. അവർക്കൊന്നും ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് നമ്മുടെ 24ന്റെ ഓഫീസ് ഇരിക്കുന്ന ഒരു ഈ 200 മീറ്റർ മാറിയാണ്. അതായത് ഈ സ്വരാജ് റൗണ്ടിനോട് ചേർന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഓഫീസിന്റെ ഭാഗത്തെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം ഈ വെടിക്കെട്ട് കാണാൻ വന്ന ആളുകളെല്ലാം തന്നെ അവിടെ വരെ എത്തി കാണാൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചുപോയ ആളുകൾ നിരവധിയാണ്. കാരണം ഈ ബാരിക്കേഡ് സ്വരാജ് റൗണ്ടിൽ വെച്ച് അടച്ചതോടുകൂടി തന്നെ 200 മീറ്റർ അപ്പുറത്ത് വരെയൊക്കെ വന്ന ആളുകൾ ഈ വെടിക്കെട്ട് കാണാതെ തിങ്ങി നിന്ന ജനസഞ്ചയം എല്ലാം മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ സാധാരണ പൂരം കാണാൻ വരുന്നത് പോലെ ഇവർക്ക് ഇവിടെ പ്രവേശിക്കാം. അതിനുശേഷം ഈ ഗ്രീൻ സോണിലേക്ക് മാറി നിൽക്കുക. അതിനുശേഷം പൂരം കണ്ട് വെടിക്കെട്ടും കണ്ട് മടങ്ങിപ്പോകുന്നതായിരുന്നു രീതി. പക്ഷേ ഈ കർശന നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി ഇവർക്ക് ഈ ഗ്രീൻ സോണിലേക്ക് നേരത്തെ പോലും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഒരു പ്രതിസന്ധിക്കിടയാക്കിയത്. ഇവരും ചൂണ്ടിക്കാണിക്കുന്നതാണ് പൂരം അത് പൂരപ്രേമികൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ളതാണ്. പൂരപ്രേമികൾക്ക് ഈ മടത്തിൽ വരവ്, രാത്രി മടത്തിൽ വരവ് അടക്കം കാണാൻ കഴിയാത്ത തരത്തിൽ ഈ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് വിവിധ റോഡുകളിൽ അടച്ചു. അത് തന്നെയാണ് ഇവർ വലിയ വൈകാരികമായി അവതരിപ്പിക്കുന്നത്. പൂരം കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, പൂരം തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. തൊട്ടു പിന്നാലെ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. തർക്കങ്ങൾക്ക് പിന്നാലെ പോലീസ് ലാത്തി വീശുന്നു. അങ്ങനെ ഈ തിരുവമ്പാടിയുടെ തന്നെ കുത്തുവിളക്ക് എന്തിയ ആൾക്ക് വരെ പരിക്കേറ്റു എന്നുള്ളതാണ് തിരുവമ്പാടി
തിരുവമ്പാടി ആരോപണമായി ഉന്നയിക്കുന്നത്. പക്ഷേ ഇവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാകട്ടെ കമ്മീഷണറെയാണ്. കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശപ്രകാരമാണ് ഈ പോലീസ് നടപടി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷണറെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കിടയാക്കിയത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ വർഷമെല്ലാം തന്നെ സമാനമായ കടുത്ത നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അന്ന് കമ്മീഷണർക്ക് ഇത് മുൻപരിചയമില്ലാത്തത് കൊണ്ടാകാം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളതാണ് തങ്ങൾ കരുതിയത്. അതുകൊണ്ട് തന്നെ ഇക്കുറി പൂരത്തിന്റെ ആലോചനാ യോഗം നടന്ന സമയത്തെല്ലാം തന്നെ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ അനിശ്ചിതത്വം ഉണ്ടാക്കരുത് എന്നൊരു നിർദ്ദേശം ദേവസ്വങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ വീണ്ടും പൂരം അടുത്ത് വെടിക്കെട്ടിന് മണിക്കൂറുകൾ ശേഷിക്കെ പക്ഷേ കർശന നിയന്ത്രണങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കമ്മിറ്റി ഭാരവാഹികളെ പോലും ഈ ക്ഷേത്ര പരിസരത്തേക്ക് കയറ്റാത്ത തരത്തിലേക്ക് ബാരിക്കേഡുകൾ കെട്ടി അടച്ചതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ തിരുവമ്പാടിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് പോയത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവർ പ്രതിഷേധ സൂചകമായി ലാത്തി വീശിയതിലും അതോടൊപ്പം തന്നെ ഇവരെ പ്രവേശിപ്പിക്കാത്തതും, അതോടൊപ്പം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് ഈ മടത്തിൽ വരവൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഈ പൂരത്തിന്റെ കുഴിയും അതുപോലെ തന്നെ ഈ വെടിക്കെട്ടിന്റെ കുഴിയും അതുപോലെ തന്നെ വെടിക്കെട്ടിലെ കുറ്റിയടിക്കലെല്ലാം നടക്കുകയും ചെയ്യും. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. പക്ഷെ ഇക്കുറി ഈ കുറ്റിയടിക്കുന്നതും കുഴിയെടുക്കുന്നതൊന്നും ഈ പൂരം നടക്കുന്ന സമയത്ത് പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകി എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് ഇവർ പറയുന്നത് തീർത്തും ഈ വെടിമരുന്ന് അടക്കം ആ മേഖലയിലേക്ക് കൊണ്ടുവരാറില്ല. ഈ നടപടികൾ മാത്രമാണുള്ളത്. പക്ഷെ അതുപോലും പോലീസ് അനുവദിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെടുക, അത് ഈ പഴക്ക നിർമ്മാണ തൊഴിലാളികൾ മാത്രമല്ല, ദേവസ്വത്തിന്റെ കാലങ്ങളായി ഈ പൂരം കണ്ടുവരുന്ന ആളുകളുണ്ട്. അവരൊക്കെയാണ് ഈ വെടിക്കെട്ടിന് സഹായികളായൊക്കെ നിൽക്കുക. പക്ഷേ ഇത്തവണ അവരെയും അങ്ങോട്ടേക്ക് അനുവദിച്ചില്ല. ഇങ്ങനെ തുടങ്ങി പല പല കാരണങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല മേഖലകളിൽ പല നിയന്ത്രണം, അങ്ങനെ കടുത്ത നിലപാടിലേക്ക് പോകുന്നു, ലാത്തിച്ചാർജ്, പരിക്കേൽക്കൽ, അങ്ങനെ തുടങ്ങി പല മേഖലകളിൽ പല വിഷയങ്ങൾ, കടുത്ത നിയന്ത്രണങ്ങൾ, പല പല നിയന്ത്രണങ്ങൾ അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിലാണ് തങ്ങൾ ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക്, അതായത് പൂരം വെടിക്കെട്ട് വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായതോടെ, അല്ലെങ്കിൽ പൂരം വെടിക്കെട്ട് വേണ്ട എന്നൊരു നിലപാടെടുത്തതോടുകൂടി തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഇപ്പോൾ ഇടപെടലുണ്ടായിരിക്കുന്നു. മന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഇടപെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ ചില ധാരണകളായി. കൂടുതൽ ആളുകളെ ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ദേവസ്വം ഭാരവാഹികളെ അടക്കം പ്രവേശിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ ലാത്തിചാർജ് ഉണ്ടായ പോലീസുകാരുടെ നടപടി പരിശോധിക്കാം എന്നടക്കമുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്മേൽ നിലവിൽ തിരുവമ്പാടി ദേവസ്വം ഓഫീസിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ദേവസ്വം ഭാരവാഹികൾ കൂടിയാലോചനകൾ നടത്തുകയാണ്. എന്ത് വേണം, എങ്ങനെയായിരിക്കണം ഇനി തുടർ നടപടി വേണ്ടത്, വെടിക്കെട്ട് നടത്തില്ലെന്ന തീരുമാനം പിൻവലിക്കണമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച നടക്കുകയാണ്. എന്തായാലും വെടിക്കെട്ട് പിൻവലിക്കും വെടിക്കെട്ട് വേണ്ട എന്ന നിലപാടിൽ നിന്ന് പിന്നോക്കം പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയോ അല്ലെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ വെടിക്കെട്ട് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തും എന്ന് നമ്മൾ കരുതുന്നു. എന്തായാലും അതിന്റെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അടക്കം ഈ ദേവസ്വം ഓഫീസിലുണ്ട്. മറുതലക്കൽ മന്ത്രി K. രാജൻ അടക്കമുള്ളവർ ചർച്ച നടത്തുന്നു. പ്രത്യേകിച്ച് പൂരം തൃശ്ശൂരുകാരെ സംബന്ധിച്ച് വൈകാരികമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വേളയാണ്. ഒരു അപശുദ്ധി ഉണ്ടായാൽ പോലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം അത് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. നേരത്തെ വിവാദ സർക്കുലർ എല്ലാം ഇറങ്ങിയ സമയത്ത് മന്ത്രി K. രാജനൊക്കെ അപ്പോൾ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത് ഇവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ എന്നാൽ പോലും ആ നിലയിൽ നിന്ന് കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പ്രശ്നപരിഹാരം തേടിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തിരുവമ്പാടി എന്താണ് ഈ വിഷയത്തിലെ നിലപാട് എന്ന് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരെ ഔദ്യോഗികമായി തന്നെ അറിയിക്കും. സുരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകി പോന്നിരിക്കുന്നത്. ഇപ്പോൾ അശ്വിൻ പാലായി കൂടി ചേരുന്നു. അശ്വിൻ, ഈ ശുഭകരമായ വാർത്ത തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അതായത് അനിശ്ചിതത്വം അത് അതേപടി തുടരുകയാണ്. ഇനിയിപ്പോൾ അനുനയത്തിന് തയ്യാറായാലും കൂടുതൽ ആളുകൾക്ക് എന്തായാലും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. ആക്സസുകൾ തടഞ്ഞത്, ബ്ലോക്കേഡുകൾ, അത് അങ്ങനെ തന്നെ കിടപ്പാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് പൂരനഗരിലേക്ക് എത്താനുള്ള സാധ്യതകളില്ല. പക്ഷേ മറ്റ് അനുനയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ വിശദീകരണം, നടപടിയടക്കം ഉണ്ടാകും എന്നതാണ് ഈ തിരുവമ്പാടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ. അത്തരത്തിൽ ഉപാധികൾ അംഗീകരിക്കപ്പെട്ടാൽ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും വെടിക്കെട്ട് ഉണ്ടാകും. പക്ഷേ അത് എപ്പോൾ എങ്ങനെ ഉണ്ടാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ മണിക്കൂറുകളോളമായി കാത്തിരിക്കുന്ന പൂരപ്രേമികളുടെ ഏക പ്രതീക്ഷ ഇനി പാറമേക്കാവ് ദേവസ്വം ബോർഡിന്റെ വെടിക്കെട്ടാണ്. ആ ഒരു വെടിക്കെട്ട്, ആ ഒരു ദൃശ്യാനുഭവം, അതിനായുള്ള ആവേശ കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. അതിനി ഒരുപാട് സമയം എടുക്കുമോ, ഉടൻ തന്നെ ഉണ്ടാകുമോ അശ്വിൻ?
സുഹേലെ, ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി എന്താണ് തടസ്സം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും അധികം വൈകില്ല എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കാരണം ആളുകളെ പൂർണ്ണമായും റോഡുകളിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു വെടിക്കെട്ടിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അധികം വൈകാതെ തന്നെ ആ ഒരു പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തിരികൊളുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവിടെ അനിശ്ചിതത്വങ്ങളില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അനുമതിക്ക് വേണ്ടി മാത്രമായിരിക്കും ഇനി ഔദ്യോഗികമായ ഒരു അനുമതി മാത്രമായിരിക്കും ഇനി കിട്ടേണ്ടത്. അത് കിട്ടിയാൽ ഉടനെ ആ ഒരു വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. ബാക്കി ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അവിടെ നേരത്തെ, അതായത് ഈ അനിശ്ചിതത്വം ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ മറച്ചു വെച്ചിരുന്നു, അതായത് വെടിക്കോപ്പുകളെല്ലാം തന്നെ അവർ മറച്ചിരുന്നു. അതെല്ലാം പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ ആ ഒരു വെടിക്കെട്ടിലേക്ക് നീങ്ങും. അതേസമയം തന്നെ മറുതലയ്ക്കൽ ചർച്ചയും പുരോഗമിക്കുകയാണ്. എല്ലാ തരത്തിലും അനുകൂലമായ ഒരു സാഹചര്യം പാറമേക്കാവിന് മുന്നിലുണ്ട്. ഏകദേശം 5 മണിക്ക് മുന്നേ തന്നെ നടത്തുമെന്നുള്ളൊരു വെടിക്കെട്ട് ഉണ്ടാകുമെന്നുള്ളൊരു അനൗൺസ്മെന്റ് ആദ്യഘട്ടത്തിൽ പാറമേക്കാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 5 മണിയാകുന്നു. ഇതുവരെയും ആ ഒരു ക്രമീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ക്രമീകരണം പൂർണ്ണമായും വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വെടിക്കെട്ട് നടത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളത് അനിശ്ചിതമായി തന്നെ തുടരുകയാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തിൽ ധാരണയില്ല. അധികം വൈകാതെ തന്നെ ആ ഒരു വെടിക്കെട്ടിലേക്ക് പാറമേക്കാവ് നീങ്ങും. എന്തായാലും ഈ മറുതലയ്ക്കൽ തിരുവമ്പാടിയുമായി നടത്തുന്ന ചർച്ച ഏതെങ്കിലും തരത്തിൽ ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ അത് ബാധിക്കില്ല. കാരണം പാറമേക്കാവ് ഓൾറെഡി തന്നെ ഈ തീരുമാനത്തിന് പോലീസിന്റെ നടപടി വന്നപ്പോൾ തന്നെ അവർ ഇത് നടത്തും, പാറമേക്കാവ് വെടിക്കെട്ട് നടത്തും എന്നുള്ളൊരു നിലപാട് പറഞ്ഞിരുന്നു. അത് പക്ഷെ ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുകയാണ്. അവരുടെ തൊഴിലാളികൾ, അതായത് ഈ വെടിക്കെട്ട് നടത്തേണ്ട ആളുകളെല്ലാം തന്നെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി മാറി നിൽക്കുകയാണ്. ഇനി ഒരു അനുമതിക്ക് വേണ്ടി മാത്രം, അത് ആരുടെ അനുമതിയാണ് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഒരു വെടിക്കെട്ട് ഉണ്ടാകും. എന്തായാലും ഈ ജില്ലാ കളക്ടറുമായൊക്കെ നടത്തുന്ന ചർച്ച അത് അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വെച്ച് അവസാനവട്ട ഒരു പരിശോധന കൂടി പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നടക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാകും ഇനി ആ വെടിക്കെട്ടിന് തിരികൊളുത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ഈ ഗ്രൗണ്ടിൽ, പാറമേക്കാവിന്റെ വെടിക്കോപ്പുകൾ നിറച്ചിരിക്കുന്ന ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു പരിശോധന, അതായത് അവസാനഘട്ട പരിശോധനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിശോധന നടത്തിയതിനു ശേഷം ഉടൻ തന്നെ ആ ഒരു വെടിക്കെട്ടിന് തുടക്കം കുറിക്കും. അതിനുവേണ്ടിയാണ് ഈ പൂരപ്രേമികളെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ഈ രാത്രിയും ഇത്ര വൈകിയും ആളുകളൊന്നും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവരെ നിരാശരാക്കുന്ന ഒരു തീരുമാനം എന്തായാലും വരില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുക്കങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏകദേശം അധികം വൈകാതെ തന്നെ ആ പാറമേക്കാവിന്റെ വെടിക്കെട്ടുണ്ടാകും. മറുതലയ്ക്കൽ നടക്കുന്ന ചർച്ചകൾ അതേത് തരത്തിലായാലും അത് ഈ വെടിക്കെട്ടിനെ ബാധിക്കില്ല എന്നുള്ളതും, അതായത് പാറമേക്കാവിന്റെ വെടിക്കെട്ടിനെ തിരുവമ്പാടിയുമായി നടക്കുന്ന ചർച്ച ബാധിക്കില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ അല്പസമയത്തിനുള്ളിൽ വെടിക്കെട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇപ്പോഴും ഈ അനൗൺസ്മെന്റുകൾ നടക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ വെടിക്കെട്ടുണ്ടാകും എന്നുള്ള ഒരു അനൗൺസ്മെന്റുകൾ നടക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ആ ഗ്രൗണ്ടിലെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. ഗ്രൗണ്ടിലുള്ള ആളുകളെ കൂടി, അതായത് ഗ്രൗണ്ടിലുള്ള ഇവരുടെ മറ്റ് സുരക്ഷാ ജീവനക്കാർ, പോലീസുകാർ ഒക്കെ ഉണ്ട്, അവരെ കൂടി സുരക്ഷിത അകലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അധികം വൈകില്ല എന്നുള്ളൊരു സൂചനയാണ്. അതായത് ആളുകളെ പൂർണ്ണമായും ഈ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറ്റി ഗ്രൗണ്ടിനുള്ളിലുള്ള ആളുകളെ മാറ്റുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ആ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തിരികൊളുത്താൻ ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. വലിയൊരു തർക്കവും വിവാദവും പ്രതിഷേധവും ഒക്കെ പുറത്തുണ്ടായിരുന്നു. അത് ഏകദേശം ഇപ്പോൾ കെട്ടടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പുറത്തു വലിയ തർക്കങ്ങളും കാണികളുടെ, ഈ പൂരപ്രേമികളുടെ മുദ്രാവാക്യം വിളിയും അവരുടെ പ്രതിഷേധവും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. അതായത് പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഇപ്പോൾ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന ലഭിച്ചതോടുകൂടിയാണ് ആ ഒരു പ്രതിഷേധത്തിൽ നിന്ന് അവർ പിന്മാറിയത്. ഇപ്പോൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്
പൂരപ്രേമികൾ. എന്തായാലും തിരുവമ്പാടിയുടെ ചർച്ച എപ്പോൾ അവസാനിക്കും, അതിലെ തീരുമാനം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലെ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അത് തിരുവമ്പാടിയുടെ തീരുമാനം എന്താകുമെന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമാണ്. അതിനുകൂടി കാത്തിരിക്കുകയാണ് ആളുകൾ. ഈ രാത്രി വൈകിയും ഈ ചർച്ച എന്തായി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അനുനയ ചർച്ച വിജയിച്ചിരിക്കുന്നു. തിരുവമ്പാടി വെടിക്കെട്ട് നടത്തും. തിരുവമ്പാടി ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനം. അങ്ങനെ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമാകുന്നു. പ്രതിഷേധങ്ങൾ മൂലം രാത്രിപൂരവും വെടിക്കെട്ടിൽ നിന്നും പിന്മാറിയ തിരുവമ്പാടി ദേവസ്വം ഒടുക്കും അനുനയത്തിലേക്ക് പിന്മാറ്റത്തിൽ നിന്ന് അവർ പിന്മാറുന്നു. വെടിക്കെട്ടിന് തിരുവമ്പാടി ദേവസ്വം ബോർഡും ഉണ്ടാകും. അങ്ങനെ ഇത്തവണത്തെ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ ക്ഷോഭ മങ്ങുന്നില്ല, മായുന്നില്ല. വെടിക്കെട്ട് അത്യുഗ്രനായി തന്നെ ഇരു വിഭാഗത്തിന്റെ ദേവസ്വം ബോർഡിന്റെയും പാറമേക്കാവ് ദേവസ്വം വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ വെടിക്കെട്ട് നടക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. സുരജ് സജിതേന്നു. സുരജ്, അനിശ്ചിതത്വം തീരുന്നു. ഈ പൂരപ്രേമികൾക്ക് ആവേശം നിറച്ചുകൊണ്ട് തിരുവമ്പാടിയും വെടിക്കെട്ടിന് ഉണ്ടാകും. വിശദാംശങ്ങൾ. എന്തായാലും ഈ അനിശ്ചിതത്വങ്ങൾ നീങ്ങുകയാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടത്തും എന്നുള്ളത് തന്നെയാണ്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും അനിശ്ചിതത്വം നീങ്ങുന്നു, ചർച്ച വിജയിച്ചിരിക്കുന്നു. തിരുവമ്പാടിയുമായി സർക്കാർ തലത്തിൽ, അതായത് മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും അടക്കം നടത്തിയ ചർച്ചകൾ വിജയിച്ചതോടുകൂടിയാണ്, ചർച്ചകളുടെ ഫലമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വെടിക്കെട്ട് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തൊട്ടു പിന്നാലെ തന്നെ സാധാരണ നടക്കുന്ന പോലെ തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആദ്യം നടക്കും. തൊട്ടു പിന്നാലെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് എന്ന നിലയിൽ തന്നെ ഈ വെടിക്കെട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തിരുവമ്പാടി ഇത് പ്രഖ്യാപിക്കുകയാണ്. പ്രസിദ്ധമായ ഞങ്ങളുടെ തിരുവമ്പാടി വിഭാഗത്തിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങളുടെ വിഷമം അവരെ അറിയിച്ചു. അങ്ങനെ പൂരപ്പറമ്പ് തൃശൂർ പൂരനഗരി വീണ്ടും പൂരാവേശത്തിലേക്ക്. വെടിക്കെട്ടുകൾക്ക് അല്പസമയത്തിനും തുടക്കമാകും. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സന്ദേഹങ്ങൾ വേണ്ട, സംശയം വേണ്ട. പൂരപ്രേമികളുടെ കാത്തിരിപ്പിന്, അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെ പൂരനഗരിയിലെ ചടങ്ങുകൾ പുരോഗമിക്കും. വെടിക്കെട്ടിന്റെ വർണ്ണ ശബ്ദ വിസ്മയം അല്പസമയത്തിനകം ഉണ്ടാകും. ഈ സമാനതയില്ലാത്ത രീതിയിൽ പ്രശ്നം ഈ റോഡുകളൊക്കെ എല്ലാം ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്ത് പൊതുജനങ്ങൾക്ക് നമ്മുടെ എഴുന്നള്ളിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പോലീസിന്റെ അമിത നിയന്ത്രണം, അധിക സുരക്ഷ ആരോപണം, പിന്നീട് പ്രതിഷേധം, സമാനതയില്ലാത്ത രീതിയിൽ തിരുവമ്പാടി ദേവസ്വം വിഭാഗത്തിന്റെ പിന്മാറ്റം, രാത്രി പൂരത്തിന് ഞങ്ങളില്ല, വെടിക്കെട്ടിനും ഞങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറച്ച നിലപാട്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വം. ആ അനിശ്ചിതത്വത്തിന് അവസാനമാകുന്നു. അനിശ്ചിതത്വം മായുന്നു, മറയുന്നു, നീങ്ങുന്നു. അങ്ങനെ ഉന്നത തലത്തിൽ നടന്ന ചർച്ചകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ ഒടുക്കം തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിനുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടുണ്ടാകും. ഇന്ന് തന്നെ ഉണ്ടാകും എന്ന സാധ്യതകൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അശ്വിൻ പാലായി ചേർന്നു. അശ്വിൻ, അങ്ങനെ പൂരം കളറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. തിരുവമ്പാടി ദേവസ്വം ബോർഡും വെടിക്കെട്ടിനുണ്ടാകും. ഇപ്പോൾ പാറമേക്കാവ് വെടിക്കെട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ സന്ദേഹങ്ങൾ വേണ്ടല്ലോ, ഉടൻ തന്നെ അത് ഉണ്ടാകുമല്ലോ. സാങ്കേതികമായ ചില പ്രൊസീജിയേഴ്സ് നടക്കുന്നെന്ന് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് തിരുവമ്പാടിയുടെ തീരുമാനം വരുന്നതിന് തൊട്ടു പിന്നാലെ ഇവരുടെ ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ടുണ്ടാകും എന്നുള്ളതായിരുന്നു ധാരണ. അതെന്തായാലും ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് തുടങ്ങും. അത് ഇനി അധികം വൈകില്ല. കാരണം ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയായിരുന്നു. ഒരു അന്തിമ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് 6:30 നടക്കും എന്നുള്ളതാകും ഏകദേശം ഇപ്പോൾ ധാരണ. ഇത് ഈ മാധ്യമങ്ങളെ കാണുകയാണ്. 6:30 പൂരം വെടിക്കെട്ട് അത് തിരുവമ്പാടി നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന വിവരം. 6:30 തിരുവമ്പാടിയുടെ വെടിക്കെട്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ
പാറമേക്കാവിന്റെ വെടിക്കെട്ടുണ്ടാകും. 6:30-ക്ക് തിരുവമ്പാടിക്ക് വെടിക്കെട്ട് നടത്തണമെങ്കിൽ അത് പാറമേക്കാവ് 5:30-ക്കെങ്കിലും ആ വെടിക്കെട്ട് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിനുള്ള ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 5 മണിയായിരിക്കുന്നു. ഒട്ടും വൈകാതെ തന്നെ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് കൊളുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവമ്പാടി 6:30-ന് ഈ വെടിക്കെട്ടിന് തുടക്കം കുറിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനിശ്ചിതത്വങ്ങളൊക്കെ ഒഴിഞ്ഞ ഈ മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ തിരുവമ്പാടി പൂരവുമായി സഹകരിക്കാൻ പൂരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെ ഈ പൂര ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇത്തരത്തിൽ ഒരു അനിശ്ചിതത്വം വെടിക്കെട്ടുമായി ഉണ്ടാകുന്നത്. എന്തായാലും അവസാന ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ വെടിക്കെട്ട് ഉണ്ടാകുമെന്നുള്ള അനൗൺസ്മെന്റ് കൂടി പാറമേക്കാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇനി വൈകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അകത്ത് ഈ ഗ്രൗണ്ടിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. അവിടെ സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ പരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് പാറമേക്കാവിന്റെ ഗ്രൗണ്ടിലെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണാമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കേണ്ട ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ആ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ആ സമീപത്തുള്ള ആളുകളെയെല്ലാം മാറ്റിയിട്ടുണ്ട്. അല്പം കൂടി നമുക്ക് ഈ ക്രമീകരണങ്ങൾ പൂർത്തിയായ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 6:30-ന് തിരുവമ്പാടിയുടെ വെടിക്കെട്ടുണ്ടാകും എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് മുന്നോടിയായി പാറമേക്കാവാണ് ആദ്യം നടത്തുക. അത് മുൻ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ പോലും പാറമേക്കാവാണ് ആദ്യം വെടിക്കെട്ട് നടത്തേണ്ടത്. അപ്പോൾ ആ വെടിക്കെട്ട് കഴിഞ്ഞ് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിവരും. അത് ഇപ്പോൾ എന്തായാലും അതിലൊരു ധാരണയായിരിക്കുന്നു. ഇവിടെ മാധ്യമങ്ങളെ കണ്ട് കഴിഞ്ഞാലുടൻ തിരുവമ്പാടിയുടെ ഗ്രൗണ്ടിൽ വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കും. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തും. എന്തായാലും ഇനിയിപ്പോൾ അധികം വൈകാൻ ഒരു സാധ്യതയുമില്ല. കാരണം ബാക്കി പാറമേക്കാവിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായിരുന്നു. അവർക്ക് ഒരു ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി കിട്ടേണ്ടത്. എന്തായാലും ഇവരുടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. അവരുടെ മുഴുവൻ സാഹചര്യങ്ങളും അനുകൂലമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും പാറമേക്കാവിന് നോക്കേണ്ടതില്ല. അവരുടെ എല്ലാം സജ്ജമാണ് എന്നുള്ളത് അവർ ഔദ്യോഗികമായി മണിക്കൂറുകൾ മുമ്പേ അറിയിച്ചതാണ്. ഇനി സ്ഥലത്ത് നിന്ന് കൂടുതൽ ഏതെങ്കിലും സാഹചര്യത്തിലുള്ള സാധനങ്ങൾ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സമയം മാത്രമാണ് ഇനി പാറമേക്കാവിന് വേണ്ടത്. അങ്ങനെ സാധനങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഈ വെടിക്കോപ്പുകൾക്ക് അരികിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി അതിന് തിരികൊളുത്തുക എന്നുള്ളൊരു നടപടി മാത്രമാണ് പാറമേക്കാവിന് മുന്നിലുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. ആ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നേരത്തെ വിശ്രമിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളെല്ലാം, അതായത് ഈ വെടിക്കെട്ട് നടത്തേണ്ട ആളുകളെല്ലാം തന്നെ ആ ജോലികളിൽ വ്യാപൃതരായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ആ വെടിക്കെട്ട് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ അത് ഒട്ടും അസ്ഥാനത്തല്ല. അല്പസമയത്തിനുള്ളിൽ ആ വെടിക്കെട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തിരുവമ്പാടിയുടെ ആ ഒരു നിർണായക പ്രഖ്യാപനം, അല്ലെങ്കിൽ ഇത്രയും നേരം നീണ്ട മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനാണ് അല്പസമയത്തിന് മുമ്പ് വിരാമമായിരിക്കുന്നത്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കൂടി ഈ പൂരപ്രേമികൾക്ക് ഇത്തവണ മിസ്സാവില്ല എന്നുള്ള ഒരു ഉറപ്പ് അത് എന്തായാലും ഈ അനുനയ ചർച്ചകൾക്കിടയിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലും ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലും ഒക്കെ, കളക്ടറുമായുള്ള ചർച്ചയുമൊക്കെ അതിൽ ഫലം കണ്ടിട്ടുണ്ട്. ഒപ്പം ഈ പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിൽ നടപടിയെടുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ, നടപടിയെടുക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ തിരുവമ്പാടി ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പാറമേക്കാവ് വെടിക്കെട്ടിലേക്ക് കടക്കുകയാണ്. അവരുടെ തിരികൊളുത്താനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അവരുടെ ഔദ്യോഗികമായ ജോലികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. എന്തായാലും ഈ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴും കൂടുതലായ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഈ പൂര നഗരിയിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. അനുവദിച്ച പെസോ അടക്കം അനുമതി നൽകിയിരിക്കുന്ന പോലീസും പെസോയും അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി അനുമതി നൽകിയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വടം കെട്ടിയും ബാരിക്കേഡ് കെട്ടിയും ഒക്കെ അവരെ പോലീസ് വീണ്ടും നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്, ഈ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ആ പാറമേക്കാവ് തിരികൊളുത്തേണ്ട ആ
ഭാഗത്തെ ദൃശ്യങ്ങളാണ്. അവിടെ നിന്നാണ് ആദ്യഘട്ടത്തിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തുടക്കം കുറിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.